300 ആളുകളെ മാക്സിമം അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയുന്നത് കൊണ്ട് അത് സിമ്പിളാന്നുള്ളത്. സോ അതല്ല മീഡിയ ഫ്രണ്ട്സ് വേണ്ടത്. നമ്മൾ ഇൻഡിവിജ്വലി ഓരോ വ്യക്തികൾ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എങ്ങനായിരിക്കും നമ്മൾ അവിടെ വരേണ്ടത്? സോ നിങ്ങൾ ഇന്നെടുക്കേണ്ട ഒരു തീരുമാനം എന്താണ്? ഇന്ന് ഓണം കഴിഞ്ഞു, അതുപോലെ തന്നെ നബിദിനം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫുൾ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ ബിസിനസ്സിനകത്ത് നമ്മൾ ഇറങ്ങാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റെപ്പ് എടുത്തിട്ടാണ് നമ്മൾ ബിസിനസ്സിനകത്ത് മൂവ് ചെയ്യുന്നത്. ആ രീതിക്ക് തന്നെ നമ്മൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റെപ്പ് എടുത്തിട്ട് ബിസിനസ്സിനകത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ എടുക്കേണ്ട തീരുമാനം എന്താണ്? ബെറി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാമാണ്. ഒരു 3 മാസം, കറക്റ്റ് ഒരു 3 മാസം ഉണ്ടാവില്ലേ? ഈ 3 മാസത്തിനകത്ത് നിങ്ങൾ തീരുമാനിക്കേണ്ട എന്താണ്? നിങ്ങൾ ഏത് ലെവലില് അവിടെ കയറുന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഇന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം നിങ്ങളടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് എത്ര TC-കൾ, ATC-കൾ, DTC-കൾ, ZTC-കൾ, STC-കൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദ സെയിം ടൈം നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷനകത്തേക്ക് എത്ര നമ്പേഴ്സിന് നിങ്ങൾക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങൾക്കാണ് മീഡിയ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളെ മൂവിങ് വേണ്ടത്. ഈ 3 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് മൂവ് ചെയ്യേണ്ടത്. 2024 നിങ്ങളെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വലിയ രീതിയിനകത്തുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഈ ബിസിനസ്സിനകത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു 50,000 മുതൽ 1 ലക്ഷം രൂപ വരുമാനം, അതുപോലെ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിക്കാൻ കപ്പാസിറ്റിയും കാപ്പബിലിറ്റി ഉള്ള 100 കണക്കിന് ആളുകൾ മീഡിയ ഫ്രണ്ട്സ് സക്സസ് ബറിന്റെ കൂടെ ഉണ്ട്. ഇന്ന് വോയിസ് കേൾക്കുന്നുണ്ട്, ഇന്ന് മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് വന്നിട്ട് അതിനകത്ത് വില്ലിങ് ആയിട്ടുള്ള ആളുകളുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒറ്റൊന്നു മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഓട്ടോമാറ്റിക്കലി നടക്കത്തില്ല, സിമ്പിൾ അല്ല, അതൊരു ഈസി ടാസ്ക് അല്ല സംഭവം. അതിനകത്ത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും വ്യക്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റും ഉണ്ടാക്കിയിട്ട് വേണം മീഡിയ ഫ്രണ്ട്സ് ഇറങ്ങിയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഈ ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാമിനകത്തേക്ക് നിങ്ങളിപ്പം ഏത് പോസ്റ്ററിലാണ് നിൽക്കുന്നത്, ഏത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത്? 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ബെറി ബ്ലാസ്റ്റ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മലപ്പുറം റോസ് ലോഞ്ചിനകത്ത് മുബിൻ സാറും കമ്പനിന്റെ ഓഫീസേഴ്സും അടങ്ങിയിട്ട് നടക്കുന്ന പ്രോഗ്രാമിനകത്തുനിന്ന് നിങ്ങളെ ജീവിതത്തിനകത്ത് എക്കാലത്തും മീഡിയ ഫ്രണ്ട്സ് ഓർക്കത്തക്ക രീതിയിനകത്തുള്ള ഒരു പ്രോഗ്രാമായിട്ട് കാറും. അവിടുന്ന് കിട്ടുന്ന ഒരു റെക്കഗ്നേഷൻ, അവിടുന്ന് കിട്ടുന്ന ഒരു അംഗീകാരം, അത് എക്കാലത്തും വീഡിയോ ഓൾ ഓവർ ഇന്ത്യയിൽ കറങ്ങിക്കൊണ്ടേ നിൽക്കും, അത് യൂട്യൂബിലും കറങ്ങിക്കൊണ്ടേ നിൽക്കും. മനസ്സിലാക്കുക, നിങ്ങൾ ഏത് ലെവലിൽ അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. എന്നിട്ടായിരിക്കണം മീഡിയ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. 2024 ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വരുമാനം 50,000 ആണോ, 30,000 ആണോ, 1 ലക്ഷമാണോ, 2 ലക്ഷമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചറും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും മീഡിയ ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ട് വേണം ഈ ബിസിനസ്സിനകത്ത് നമ്മൾ മുന്നോട്ട് നേരിട്ട്. എങ്ങനെ നമുക്ക് 2024 തീരുമ്പോൾ ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിനകത്തുള്ള ഒരു അച്ചീവ്മെന്റ്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്പേഴ്സിനെ അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റും. ഇവിടെ ഫ്രണ്ട്സ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു തീരുമാനമുണ്ട്. ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തികളായിക്കോട്ടെ, ആ വ്യക്തികൾ തീരുമാനിക്കേണ്ട ഒരു തീരുമാനമുണ്ട്. അതല്ലാതെ നിങ്ങൾ അടങ്ങുന്ന അപ്ലൈൻ തീരുമാനിക്കുന്ന തീരുമാനോ നിങ്ങളെ ഡൗൺലൈൻ തീരുമാനിക്കുന്ന തീരുമാനം കൊണ്ടൊന്നും ഈ ബിസിനസ്സിനകത്ത് മീഡിയ ഫ്രണ്ട്സ് ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഒരു വേദി നിങ്ങൾ അച്ചീവ് ചെയ്യും. നിങ്ങൾ ഏത് വേദി നിങ്ങൾ അച്ചീവ് ചെയ്യണം, അവിടെ ഏത് പ്രൊജക്ടിന് ഏത് പൊസിഷനകത്ത് ആ സ്റ്റേജിൽ കയറണമെന്ന് നിങ്ങൾ കയറണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം മീഡിയ ഫ്രണ്ട്സ് നിങ്ങളായിട്ട് എടുക്കണം. നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ലോകത്തില് മനസ്സിലാക്കാം, ലോകത്തിൽ ഏതൊരു വ്യക്തികൾ സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കാം, 90% ആളുകൾ ജീവിതത്തിനകത്ത് ഫെയിലിയർ, 10% ആളുകൾ ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകുന്നത്. നമ്മൾ റോബർട്ട് കിയോസാക്കിന്റെ ബുക്കിനകത്ത്, നമ്മൾ ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞ ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്യാഷ് ഫ്ലോ ക്വാർട്ടറിന്റെ അകത്ത് വ്യക്തമാക്കുന്ന ഒരു സംഭവമുണ്ട്. 90% ആളുകൾ ജീവിതത്തിനകത്ത് ഫെയിലിയറും 5 മുതൽ 10% ആളുകൾ ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകുന്നതിന്റെ കാരണം എന്താണ്? ഇവിടെ ഫ്രണ്ട്സ് ഒരു 10% ആളുകൾക്ക് മാത്രമേ ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകാൻ റിസ്ക് ഏറ്റെടുക്കാനും, അതുപോലെ തന്നെ റിസ്ക് ഏറ്റെടുക്കാനും ദ സെയിം ടൈം ധൈര്യമാണ്.
ധൈര്യത്തോടു കൂടിയിട്ട് റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഗഡ്സ് ഉള്ള ആളുകളുള്ളൂ. ജീവിതത്തിനകത്ത് ഒരു വ്യക്തി ഫെയിലിയർ ആകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ധൈര്യം ഇല്ലാത്തതിന്റെ പേരില, അല്ലാതെ പൈസ ഇല്ലാത്തതിന്റെ പേരിലും ഞാൻ വലിയൊരു കുടുംബത്തിൽ ജനിച്ചില്ല, ഞാൻ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്, എനിക്കതിനുള്ള കഴിവില്ല എന്നൊന്നല്ല. ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ആളുകളെ സ്റ്റോറിയും വിജയ കഥകൾ നിങ്ങൾ എടുത്തു നോക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മീഡിയ ഫ്രണ്ട്സ് ഒരു 10ഓ 15ഓ ഫെയിലിയറിന്റെ കഥകൾ പറയാനുണ്ട്. അവരൊക്കെ ജീവിതത്തിനകത്ത് ഒരു 10ഓ 15ഓ ഫെയിലിയറിന്റെ കഥകൾ പറയാനുണ്ട്. കാരണം എന്താണ്, അവർ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് പല റിസ്ക്കും ടെൻഷനുകളും പല കമ്മിറ്റ്മെന്റും ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ ആ കമ്മിറ്റ്മെന്റിനകത്തൊക്കെ അവർ ഫെയിലിയർ ആയിട്ടുണ്ട്. ബട്ട് ആ കമ്മിറ്റ്മെന്റ് ഒക്കെ ഫെയിലിയർ ആകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിനകത്ത് അവർ മുന്നോട്ട് പോകുന്നത് സക്സസ് ആയിട്ട് ഞാൻ ലൈഫിനകത്ത് അടങ്ങും എന്നുള്ള ഒരു അടങ്ങാത്ത വാശിയോട് കൂടി എടുക്കുന്ന തീരുമാനമാണ് മീഡിയ ഫ്രണ്ട്സ്. ഈ ബിസിനസിനകത്ത് നിങ്ങൾ 2024 ബെറി ബ്ലാസ്റ്റ് പ്രോഗ്രാം മലപ്പുറം നടക്കുന്ന സമയത്ത് ഏത് ലെവലാണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്? ഒരു TC ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാനൊരു DTC ആയിരിക്കും, DTC ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഞാൻ STC ലെവൽ കവർ ചെയ്തിരിക്കും എന്നൊരു തീരുമാനം എടുക്കുന്ന STC ലെവൽ കംപ്ലീറ്റ് RTC കവർ ചെയ്തിരിക്കും. പല RTCകൾക്കും NTCകൾക്കും NTC കവർ ചെയ്യാൻ പറ്റില്ല. എന്തുണ്ട്? ചാൻസുകളുണ്ട്. സോ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ഏത് ലെവലിൽ അവിടെ കയറണം എന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തീരുമാനം എടുക്കുക, ധൈര്യം വേണം. നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, എന്റെ ബിസിനസ് ഇത്രയൊക്കെയാണ് നിൽക്കുന്നത്, ഒരാഴ്ച നടക്കുന്ന ബിസിനസ് ഇത്രയൊക്കെയാണ്, എങ്ങനെ നമ്മൾ അവിടെ എത്തും? ഇവിടെ ഫ്രണ്ട്സ്, ഇതൊന്നും നമ്മളെ കൺട്രോളിലുള്ള സാധനമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ ദൈവത്തിന്റെ, നിങ്ങൾ തീരുമാനിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഈ ലോകം നടക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളൊക്കെ മനസ്സിനകത്തുള്ളത്. നമ്മൾ തീരുമാനിച്ചിട്ടാണ് ലോകം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ തലയിലെന്നാ. ഇവിടെ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഒരു സക്സസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്താണ് മീഡിയ ഫ്രണ്ട്സ്? നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാക്കി. പലപ്പോഴും ജീവിതത്തിനകത്ത് ഫെയിലിയർ ആകുന്ന വ്യക്തികൾക്ക് ബിലീഫ് എന്ന് പറഞ്ഞ സാധനം ലൈഫിനകത്ത് ഉണ്ടാവില്ല മീഡിയ ഫ്രണ്ട്സ്. വിശ്വാസം ഇല്ലാത്തതാണ് ഒരു വ്യക്തിന്റെ. നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് എഡ്യൂക്കേഷനകത്തോ അക്കാഡമിക്കലി നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനിലല്ല മീഡിയ ഫ്രണ്ട്സ് ഒരു വ്യക്തി സക്സസ്ഫുൾ ആകുന്നത്. അയാൾക്ക് ജീവിതത്തിനകത്ത് കിട്ടിയിട്ടുള്ള അറിവുകൾ അയാൾ മാക്സിമം അയാളെ ലൈഫിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണ്. അയാൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ, സക്സസ്ഫുൾ ആകാൻ പോകുന്ന എഡ്യൂക്കേഷൻ ആയിരിക്കണം കിട്ടേണ്ടത് അയാൾക്ക്. അതിനാണ് മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രാവിലത്തെ മോർണിംഗ് സെക്ഷനും നമ്മൾ നടക്കുന്ന ഐഫ്ലൈ മീറ്റും റീഗ്നേറ്റും ദ സെയിം ടൈം മീഡിയ ഫ്രണ്ട്സ് TTS ഒക്കെ നടക്കുന്നത് നിങ്ങളെ കോൺഫിഡൻസ് ലെവലിൽ, നിങ്ങളെ ബിലീഫ് ലെവലിൽ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ധൈര്യം തരാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് മീഡിയ ഫ്രണ്ട്സ്. അതിനാണ് സക്സസ് ബെറി നിങ്ങളെ കൂടെ ഉള്ളത്. സോ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ബെറി ബ്ലാസ്റ്ററിന്റെ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഏത് ലെവൽ അച്ചീവ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലും മീഡിയ ഫ്രണ്ട്സ് ദൈവം അവിടെ എത്തിച്ചിരിക്കും. അവിടാണ് കോലോ കൊയില എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പറഞ്ഞിട്ടുള്ളത്. എന്ത്? നിങ്ങൾ റെഡി ആകുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് ലെവലായാലും അച്ചീവ് ചെയ്തിട്ട് അടങ്ങുന്നുള്ള അടങ്ങാത്ത വാശിയോട് കൂടിയിട്ടും ഒരു പാഷനേറ്റഡ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുകയാണെങ്കിൽ മീഡിയ ഫ്രണ്ട്സ് ഈ ലോകം മുഴുവനും നിങ്ങളെ സക്സസിന് വേണ്ടിയിട്ട് ഒരുങ്ങും. നിങ്ങളെ താഴത്തുള്ള എൻറ്റയർ ഡൗൺലൈൻസും എൻറ്റയർ അപ്ലൈനും എൻറ്റയർ ടീമും സക്സസ് പറയും നിങ്ങളെ സക്സസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ മുന്നിൽ നിൽക്കും. ബട്ട് മേക്കിംഗ് യുവർ ഡിസിഷൻ, തീരുമാനം നിങ്ങൾ എടുക്കണം. അല്ലാതെ അതും പാടെ കൂടിയിട്ട് നിങ്ങൾ അപ്ലൈനും സക്സസ് പേര് എടുത്തിട്ടൊന്നുമില്ല. അവനാന്റെ ബിസിനസ് ആണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മളിപ്പോ ഓണം കഴിഞ്ഞു പല പ്രോഗ്രാമുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓണം വിഷു പെരുന്നാളൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഒരു 3-4 ദിവസം നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ലീവ് എടുക്കും. പല ആളുകൾ അതോടുകൂടി ആ ലീവിലേക്ക് കൂടെ ഫുള്ളായിട്ട് ലീവ് എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മളൊരു ബിസിനസ് ഒരു ഷോപ്പൊക്കെ നമ്മൾ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പോയിട്ട് നമ്മൾ കട തുറക്കും. അതേ സമയത്ത് വലിയ ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ പെരുന്നാളിന്റെ അന്ന് മാത്രം തന്നെ, അല്ലെങ്കിൽ ഓണത്തിന്റെ അന്നോ വിഷുവിന്റെ അന്നോ ഒരു വലിയ പ്രോഗ്രാം ദിവസങ്ങൾ അന്ന് മാത്രം ചിലപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുള്ളൂ. ചിലപ്പോൾ അന്നും ക്ലോസ് ചെയ്യാത്ത ഒത്തിരി ബിസിനസ്സുകളുണ്ട്. കാരണം എന്തുകൊണ്ട്? ജീവിതത്തിനകത്ത് വിജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിനകത്ത് വിജയിച്ചതിന്റെ ശേഷം ഇയാൾക്ക് എന്ത് ചെയ്യാം? റെസ്റ്റ് എടുക്കാം. വിജയിക്കുന്നത് വരെ മീഡിയ ഫ്രണ്ട്സ് ഈ ബിസിനസിനകത്തും ജീവിതത്തിനകത്തും റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാൻ പാടില്ല. അതാണ് മീഡിയ ഫ്രണ്ട്സ് ഈ ബിസിനസിനകത്തും ഡയറക്ട് സെല്ലിങ്ങിനകത്തും നിങ്ങളെ ജീവിതത്തിനകത്ത് ഏത് ബിസിനസിനകത്ത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെങ്കിലും ഈ ബിസിനസിനകത്ത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു സാധനം വേണം. ഒരു വ്യക്തി ജീവിതത്തിനകത്ത് വിജയിക്കാൻ വേണ്ട ക്വാളിറ്റീസ് കൺസിസ്റ്റൻസിയാണ്. എന്തിനകത്ത്? അയാൾ വിജയിക്കാൻ പോകുന്ന കൺസെപ്റ്റിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. കൺസിസ്റ്റൻസി, നിരന്തരമായിട്ടുള്ള പ്രയത്നം. ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാം വരുന്നുണ്ട്.
ഈ ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാം വരെ ഇവിടുന്ന് 3 മാസം നിങ്ങൾ അരമുറിക്ക് ഇറങ്ങണം. ഒരു ദിവസം നിങ്ങൾ ഈ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തിയും പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തികളും ഉണ്ടാവും. ഫുൾ ടൈം പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തികൾ എന്തെങ്കിലും വലിയ ലീവുകളോ കാര്യങ്ങളോ എടുത്ത് 3 മാസത്തിന് എന്ത് ചെയ്യാം, ലീവ് എടുക്കി. എന്നിട്ട് ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാമിനകത്ത് എന്ത് വന്നാലും ശരി, ആ മീറ്റിങ്ങിനകത്ത് ഞാൻ ഒരു മേജർ ലെവലിൽ ഞാൻ എന്ത് ചെയ്യും, അച്ചീവ് ചെയ്തിട്ട് ഞാൻ ആ വേദിയിലുണ്ടാവും. എന്റെ ഓർഗനൈസേഷനകത്ത് ഇത്ര പേരെ ഞാൻ എന്ത് ചെയ്യും, അതിനകത്ത് എന്ത് ചെയ്യും, അച്ചീവ് ചെയ്തിട്ട് പങ്കെടുപ്പിക്കും. എന്റെ ഓർഗനൈസേഷനകത്ത് ഓർക്ക് 1 ഓർക്ക് 2 ഇത്ര പേരെ ഞാൻ എന്ത് ചെയ്യും, അവിടെ പങ്കെടുപ്പിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് മൈ ഫ്രണ്ട്സ്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ മൈ ഫ്രണ്ട്സ്, ഈ ലോകം മുഴുവനും നിങ്ങളെ സക്സസിന് ബെറി ബ്ലാസ്റ്റ് പ്രോഗ്രാമിന് ഈ ലോകം നിങ്ങൾക്ക് തയ്യാറായി ഒരുങ്ങി നിൽക്കും, നിങ്ങളെ മുന്നിൽ നിൽക്കും. പക്ഷെ സ്റ്റിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കണം, ഉറച്ച തീരുമാനമായിരിക്കണം. കൺസിസ്റ്റൻസി, നിരന്തരമായിട്ടുള്ള പ്രയത്നം, യാതൊരു സംശയം കരുതേണ്ട മൈ ഫ്രണ്ട്സ്. ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാമിനകത്ത് നിങ്ങൾ അച്ചീവ് ചെയ്തേ മതിയാവുന്ന തീരുമാനം എടുക്കും. ഇതുപോലത്തെ ഒരു അവസരം ഇനി നിങ്ങളെ മുന്നിൽ അടുത്തൊന്നും വരൂല മൈ ഫ്രണ്ട്സ്. ഇനി ബെറിയുടെ പ്രോഗ്രാമാണ് നമുക്ക് വരാൻ പോകുന്നത്. അതിനെന്തായാലും കുറഞ്ഞ സമയം പിടിക്കും. ആ ബെറിയുടെ പ്രോഗ്രാമിനകത്ത് ഏറ്റവും മേജർ ലെവലിലുള്ള ഒരു പിൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു തുടക്കത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ബെറി ബ്ലാസ്റ്റ് നമ്മൾ വെക്കുന്നത്. ഈ പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പിൻ ലെവൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് നിങ്ങളെ ഡ്രീം പിൻസുകൾ, ഡ്രീം ലെവലുകൾ അച്ചീവ് ചെയ്യാൻ ബെറിയുടെ പ്രോഗ്രാം നമുക്ക് ഉപയോഗപ്പെടുത്തണം. അതിനുള്ള സ്മോൾ പ്രോഗ്രാമാണ് ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാം നമ്മൾ മലപ്പുറം വെച്ച് ചെയ്യുന്നത്. സോ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ആ പ്രോഗ്രാം ഏറ്റവും കളർഫുൾ ആക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. നമ്മൾ ഓരോ വ്യക്തികൾക്കുള്ള, ഈ ഗ്രൂപ്പിനകത്തുള്ള നമ്മളടങ്ങുന്ന ഈ ടീമിനകത്തുള്ളതാണ്, ആളുകൾക്കുള്ളതാണ് ഈ ബിസിനസ് ബെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കളർഫുൾ ആക്കാനുള്ളത്. സോ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഒരു വ്യക്തി ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് എന്നുള്ളതല്ല ഇവിടെ, ജീവിതത്തിനകത്ത് ഒരു വ്യക്തി വിജയിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട ക്വാളിറ്റീസ് കമ്മിറ്റ്മെന്റും കൺസിസ്റ്റൻസി. കമ്മിറ്റ്മെന്റ് വേണം. ഈ ബെറി ബ്ലാസ്റ്റ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാനൊരു ലെവലിൽ അച്ചീവ് ചെയ്യുന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ത് വേണം, നിങ്ങളെ ടീമിനകത്ത് നിന്ന് ഇത്ര പേരെ ഞാൻ അവിടെ അച്ചീവ് ചെയ്യിച്ചിട്ട് ആ അന്നത്തെ പ്രോഗ്രാമിനകത്ത് കേറ്റും, എന്റെ ഓർഗനൈസേഷനകത്ത് ഇത്ര നമ്പേഴ്സിനെ ഞാൻ അവിടെ പങ്കെടുപ്പിക്കും എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ജീവിതത്തിനകത്ത് കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് റിസ്ക് എടുക്കേണ്ടി വരും. റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ. പലപ്പോഴും പല ആളുകൾക്കുള്ള ഒരു തോന്നൽ എന്താ, ആരെങ്കിലും ഒക്കെ ചെയ്തു തരും എന്നുള്ളതാ. ജീവിതത്തിൽ ഇന്ന് വരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് ആർക്കും മൈ ഡിയർ ഫ്രണ്ട്സ് ആരും ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവരൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ആരും ക്രിയേറ്റ് ചെയ്തു കൊടുത്തിട്ടില്ല. അവനാൽ ഞാൻ ഈ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള ബിസിനസ്സിനകത്ത് നിങ്ങൾ എടുത്തോളി, ദ സെയിം ടൈമിൽ നിങ്ങൾ പുറമുള്ള വേറെ ഏത് ബിസിനസ് നിങ്ങൾ എടുത്തോളി, ആ ബിസിനസ്സിനകത്തും അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് അതിന്റെ പൂർണ്ണമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തത് ആ ഇൻഡിവിജ്വൽ പേഴ്സൺസ്. ആരാണ് ആ ബിസിനസ്സിനകത്ത് കൂടെ സക്സസ്ഫുൾ ആയത്? MI ലൈഫ് സ്റ്റൈലിനകത്ത് കൂടെ സക്സസ്ഫുൾ ആയിട്ട് 100 കണക്കിന് ആളുകൾ നിങ്ങളെ മുന്നിലുണ്ട്. അവരെ ജീവിതത്തിനകത്ത് നിങ്ങൾ അവരെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഏതൊരു നമ്മൾ ഈ യൂട്യൂബിനകത്തും ഏതൊരു ബെറി ബ്ലാസ്റ്റ് പ്രോഗ്രാം, ബെറി ബ്ലാസ്റ്റ് പ്രോഗ്രാമിനകത്തും GTS പ്രോഗ്രാമിനകത്തും എല്ലാ പ്രോഗ്രാമിനകത്തും നമ്മൾക്ക് ഒത്തിരി ലീഡേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഇവരൊക്കെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ഈ കംപ്ലൈന്റ് സംഭവം എനിക്ക് ക്രിയേറ്റ് ചെയ്തത് എന്റെ അപ്ലൈൻ ആണ്, അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഇത് കംപ്ലൈന്റ് ക്രിയേറ്റ് ചെയ്തെന്നത് MI ലൈഫ് സ്റ്റൈൽ ആണെന്ന് ആരും പറയാറില്ല. പറയാറ് എങ്ങനെയാണ്, ഞാനൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് നീങ്ങിയ സമയത്ത് ഇന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഇനി ഓർഗനൈസേഷൻ. ഞാൻ ഈ ബിസിനസ്സിനകത്തു കൂടെ വിജയിച്ച് അടങ്ങുന്ന തീരുമാനം എടുത്ത സമയത്ത് MI ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി എനിക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് തന്നു. ഞാനൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്റെ അപ്ലൈൻ എനിക്ക് പൂർണ്ണമായിട്ട് അതിനുള്ള ഗൈഡൻസും സപ്പോർട്ടും തന്നു. ഇതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളും പറയാറ്. അതല്ലാതെ എന്തല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് കംപ്ലൈന്റ് ഇത് മറ്റുള്ളവർ ചെയ്തെന്നാന്നൊന്നും ഇതുവരെ ആരും ചെയ്തിട്ടില്ല, അച്ചീവ് ചെയ്തിട്ടില്ല. അവിടെ തന്നെയാണ് നമ്മൾ നമ്മളെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ ബിസിനസ്സിനകത്ത് കൂടെ വിജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ബിസിനസ്സിനകത്ത് കൂടെ വിജയിക്കാൻ പറ്റൂല. നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷനകത്തുനിന്ന് ബെറി ബ്ലാസ്റ്റ് പ്രോഗ്രാമിനകത്തുനിന്ന് എത്ര TC ക്രിയേറ്റ് ചെയ്യും? നിങ്ങൾ TC അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ അവിടെ TC ആയിട്ട് ഉണ്ടായിരിക്കും.
TC ആയിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ ഓർഗ് 1 ഓർഗ് 2 എത്ര TC-കളെ കൊണ്ടുവരും? ATC DTC-കളായിട്ടുള്ള വ്യക്തികൾ തീരുമാനിക്കുക, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ബിസിനസ്സിനകത്തൊരു DTC ZTC STC RTC ഒക്കെ ആയിട്ട് ഞാൻ ആ വേദിയിൽ ഉണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യാം, തീരുമാനം എടുക്കുക. ആ സമയത്ത് മടിയ ഫ്രണ്ട്സ് നമുക്ക് എന്തുണ്ടാവും, ഒത്തിരി ചലഞ്ചുകൾ വരും. ജീവിതത്തിനകത്ത് ഇന്ന് വരെ വിജയിച്ച ഒരു വ്യക്തിയും ചലഞ്ചിനെ ഫേസ് ചെയ്യാതെ സക്സസ്ഫുൾ ആയിട്ടില്ല. നമുക്ക് പലപ്പോഴുള്ള ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്താണ്? 90% ആളുകൾ സക്സസ്ഫുൾ ആകുന്നതും 10% ആളുകൾ വിജയിക്കുന്നതും എപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയ ഫ്രണ്ട്സ്, അവര് 90% ആളുകൾ ഫെയിലിയർ ആകുന്നത് ചലഞ്ചിനെ ഫേസ് ചെയ്യാനുള്ള ഗട്സ് ഇല്ലാവുന്ന അവർക്ക്. ചലഞ്ചിനെ ഫേസ് ചെയ്യാനുള്ള ഗട്സ് ഇല്ലാത്ത ആളുകളാണ് ഫെയിലിയർ ആകുന്നത്. സോ ചലഞ്ചിനെ ഫേസ് ചെയ്തിട്ട് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുമെന്നുള്ള തീരുമാനം എടുത്ത് ചലഞ്ചിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്നത്. അവരാണ് 10% ആളുകൾ ഉള്ളത്. നിങ്ങൾ എത്ര ശതമാനം ആളുകളിലേക്ക് നിങ്ങൾ എത്തണം? 90% ആളുകളിലേക്കാണോ നിങ്ങൾ പോകേണ്ടത്? 10% ആളുകളിലേക്കാണോ നിങ്ങൾ മൂവ് ചെയ്യേണ്ടത്? നിങ്ങൾ തീരുമാനിക്കുക. റിസ്ക് എടുക്കാതൊന്നും മീഡിയ ഫ്രണ്ട്സ് ജീവിതത്തിൽ ഇന്ന് വരെ ആരും സക്സസ്ഫുൾ ആയിട്ടില്ല. ഇനി നിങ്ങൾ അങ്ങനെ സക്സസ്ഫുൾ ആകുമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം വേണ്ട. അങ്ങനെ ഒരു തീരുമാനമൊന്നും ലോകത്തിൽ ഇന്ന് വരെ ആരും നടത്തിയിട്ടില്ല, ആരും വിജയിച്ചിട്ടില്ല. സ്റ്റിൽ നിങ്ങളെ ലൈഫിനകത്ത് വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവും. റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സക്സസ് ബറി ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ അപ്ലൈൻ ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ ഡൗൺലൈൻസ്, നിങ്ങളെ ടീം ഉണ്ടാവും. നിങ്ങൾ മുന്നിൽ നിൽക്കാൻ തയ്യാറാണ്. ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കാം, ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ആളുകളും ബാക്കിൽ നിന്ന് പട വഹിച്ചിട്ടുള്ള ആൾക്കാരാണോ, ഫ്രണ്ടിൽ നിന്ന് പട നയിച്ചിട്ടുള്ള ആൾക്കാരാണോ? ഏതൊരു വ്യക്തിയൊന്നും മീഡിയ ഫ്രണ്ട്സ് അത് രാഷ്ട്രീയത്തിലായാലും ശരി, ബിസിനസ്സിലായാലും ശരി, സ്കൂളിലായാലും ശരി, ഓർഗനൈസേഷനകത്തായാലും ശരി, ഏതൊരു സംഭവത്തിനായി കഴിഞ്ഞാലും ആ കൺസെപ്റ്റിനകത്ത് അയാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസെപ്റ്റിന്റെ ഫ്രണ്ട് നിരയിൽ നിന്നിട്ട് ഓടാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് മീഡിയ ഫ്രണ്ട്സ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ആ ഓടാൻ തയ്യാറാകുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് റിസ്കും കമ്മിറ്റ്മെന്റും കൺസിസ്റ്റൻസിയും ഒക്കെ വേണ്ടി വരും. ഈ ബിസിനസ്സിനകത്തും അത് തന്നെയാണ് മീഡിയ ഫ്രണ്ട്സ്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പല ചലഞ്ചുകളും ഉണ്ടാവും, പല പ്രതിസന്ധി. ആർക്കാണ് പ്രതിസന്ധിയും പ്രയാസങ്ങളും ദൈവം തരിക? ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രം മീഡിയ ഫ്രണ്ട്സ് എന്തുണ്ടാവുള്ളൂ? ചലഞ്ചുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് സാമാന്യ ബുദ്ധി നമുക്ക് ഉണ്ടായാൽ മതി. ജീവിതത്തിനകത്ത് ഫെയിലിയർ ആകാത്ത ഒരു, ജീവിതത്തിൽ സക്സസ് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അയാൾ നേരം വെളുക്കുന്ന വൈകുന്നേരമാണ് ജീവിച്ചു പോകുന്ന ഒരു റൂട്ടീൻ ലൈഫാണ്. നേരെ മറിച്ച് ജീവിതത്തിനകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി തയ്യാറെടുത്ത് പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ചലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അയാൾക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും, ഫാമിലിയിൽ നിന്ന് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും, കുടുംബത്തിനകത്തും നാട്ടുകാരെത്തുന്നു, ടീമിനകത്തും ബിസിനസ്സിനകത്തും ഒക്കെ ഉണ്ടാവും. സ്റ്റിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേസ് ചെയ്യാൻ പറ്റണം. ഗട്സോട് കൂടിയിട്ട്, ചങ്കൂറ്റത്തോട് കൂടിയിട്ട് ഗട്സ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 100 ആളുകൾ മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ ഓർഗനൈസേഷനകത്തുണ്ടെങ്കിലും 100 ആളുകൾ ഈ ബിസിനസ് നടക്കൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ് പ്രൂവ് ചെയ്തിട്ട് അടങ്ങുന്നുള്ള ഒരു അടങ്ങാത്ത വാശിയും ഫയറുമാണ് മീഡിയ ഫ്രണ്ട്സ്. പലപ്പോഴും പല ആളുകളും ഈ ബിസിനസ്സിനകത്ത് നിർത്തി പോകുന്നതും പല ആളുകളും ഈ ബിസിനസ്സിനകത്ത് പകുതിയിൽ വെച്ച് നിർത്തുന്നതിന്റെ ഏക കാരണം എന്താണ്? അവരുദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിനകത്ത് ഈ ബിസിനസ് വർക്കൗട്ട് ആവില്ല. ലോകത്തിൽ ഏതൊരു വ്യക്തിക്കാണ് മീഡിയ ഫ്രണ്ട്സ് അയാൾ ഉദ്ദേശിക്കുന്നു, അയാൾ ആഗ്രഹിക്കുന്ന രീതിയിനകത്ത് ദൈവം കൊടുത്തിട്ടുള്ളത്? ദൈവം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിനകത്തേക്കല്ല ദൈവം കൊടുക്കുക. ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിനകത്തേക്ക് അയാൾക്ക് കൊടുക്കും. പക്ഷെ അതിനുള്ള കമ്മിറ്റ്മെന്റും കൺസിസ്റ്റൻസി അയാൾ പ്രൂവ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ളത് ദൈവം 100% മീഡിയ ഫ്രണ്ട്സ് നിങ്ങളെ പരീക്ഷണത്തിനകത്ത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചലഞ്ചുകൾ ദൈവം ഓരോന്നോരോന്നായിട്ട് തന്നുകൊണ്ടേ നിൽക്കും. ആ ചലഞ്ചുകളിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആ ദൈവം നോക്കുക. കാരണം അതിനുള്ള കാപ്പബിലിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഈ ബിസിനസ്സിനകത്ത് ഒരു 10 പേര് നല്ല ഗട്സും പവറുള്ള ആളുകൾ വന്നാൽ ആ വ്യക്തികളെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ദൈവം ചെയ്യും, ദൈവം നോക്കും. കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ദൈവം ചെക്ക് ചെയ്യും മീഡിയ ഫ്രണ്ട്സ്. അതാണ് നിങ്ങളെ ഫ്രൈസിനകത്ത് വരുന്ന ചലഞ്ചുകൾ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഒരു മനുഷ്യൻ ഉണ്ടായാൽ ആദ്യം അവിടെയാണ് അയാളെ സക്സസിലേക്ക് അയാൾ കാലെടുത്ത് വെക്കുന്നത്. ഞാൻ പലപ്പോഴും പല ആളുകളെയും കണ്ടിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താ പറയുക? നേരത്തെ കാലത്ത് എഴുന്നേൽക്കും. പല ആളുകൾക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ് നേരത്തെ കാലത്ത് എഴുന്നേൽക്കാത്തത്.
നേരത്തെ കാലത്ത് എഴുന്നേൽക്കുക. നിങ്ങൾ നേരത്തെ കാലത്ത് എഴുന്നേറ്റ് എന്താക്കണം? ബെറ്റർ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ഈ ലോകത്തില് സക്സസ്ഫുൾ ആയതും എന്ത് സംഭവം നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ദൈവമായിട്ട് നിങ്ങളൊക്കെ ദൈവവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ദൈവത്തിനോട് പറയാ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എന്ത് കാര്യത്തിനകത്തും ബെറ്റർ ഫ്രണ്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തിനോട് എന്ത് ചെയ്യണം? നന്ദി പറയാൻ പഠിക്കണം. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കാനുള്ള ഗഡ്സും വേണം. മനസ്സിലാക്കണം. കിട്ടിയ ഇന്ന് വരെ നിങ്ങളെ ലൈഫിനകത്ത് കിട്ടിയിട്ടില്ല എന്തൊരു കാര്യത്തിന് ദൈവത്തിനോട് നന്ദി പറയണം. നാളെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം? ദൈവത്തിനോട് ചോദിക്കാനും പറ്റണം. ഇത് രണ്ടും പറ്റാത്ത ഒരു വ്യക്തികൾക്കാണ് മൈ ഡിയർ ഫ്രണ്ട്സ് അതിന് നേരത്തെ കാലത്ത് എഴുന്നേറ്റിട്ട് ദൈവത്തിന്റെ മുന്നിൽ ഇരിക്കണം. എന്നിട്ട് ദൈവത്തിനോട് പറയും, ഒരു വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ വേണ്ടതെന്നുള്ളത്. അമ്പലത്തിലൊക്കെ പോവുക, പള്ളിയിലൊക്കെ പോവുക, എന്നിട്ട് ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ത് ചെയ്യണം? ഫീൽഡിനകത്ത് ഇറങ്ങണം. പല ആളുകളും സംഭവിക്കണം എന്താ? ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കും, ദൈവത്തിനോടൊക്കെ ചോദിക്കുന്നിട്ട് പെരയിൽ വാതിലും കുറ്റിട്ടിട്ട് പെരെ കുത്തിർക്കും, ദൈവം കൊണ്ടുവന്ന് ഏറ്റെന്നറിയും. അതൊന്നും മൈ ഡിയർ ഫ്രണ്ട്സ് ദൈവം തരൂല. ദൈവം പറഞ്ഞിട്ടുള്ള എന്താ? നിങ്ങൾക്കുള്ള സക്സസിനും നിങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാ സാധനവും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയിൽ ഇട്ടിട്ടുണ്ട്. തെരഞ്ഞു പിടിക്കാൻ ആർക്കൊക്കെയാണ് ഈ ജീവിതത്തിനകത്ത് ഗഡ്സും പവറും കപ്പാസിറ്റി ഉള്ളത്, ഓൾക്കും മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഭൂമിയിൽ സക്സസ്ഫുൾ ആയുള്ള എല്ലാ സാധനവും ഞാൻ ഭൂമിയിൽ ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് കൂടെ വിജയിക്കാൻ ദൈവം തന്നത് MI ലൈഫ് സ്റ്റൈലാണ്. നിങ്ങളെ ജീവിതത്തിനകത്ത് വിജയിക്കാൻ ദൈവം തന്നത് MI ലൈഫ് സ്റ്റൈലാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. അത് മനസ്സിലാക്കാനുള്ള എന്ത് ചെയ്യാം? ഒരു കപ്പാസിറ്റി ഉണ്ടാകുക. എന്നിട്ട് മൂവ് ചെയ്യാം, ഫീൽഡിനകത്ത് ഇറങ്ങണം. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, എന്നോട് പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട്, സാറേ നിങ്ങൾ എങ്ങനെ ബിസിനസ്സിനകത്ത് കൂടെ എങ്ങനെ സക്സസ്ഫുൾ ആയി? നമ്മൾ പല ആളുകളോടും പറഞ്ഞിട്ട് പല ആളുകൾ ഈ ബിസിനസ് കേൾക്കുന്നില്ല, മനസ്സിലാകുന്നില്ല, ആളുകൾ ബിസിനസ്സിനകത്ത് കടന്നു വരുന്നില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ആളുകൾ ഈ ബിസിനസ്സിനകത്ത് കടന്നു വരണമെന്നുണ്ടെങ്കിൽ 2024 നടക്കുന്ന ബെറിഡ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഏത് ലെവലിൽ അവിടെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ആദ്യമായി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. 2025 26 MI ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിനകത്ത് കൂടെ നിങ്ങൾ ഏത് ലെവലിൽ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. 2030 എന്ന് പറഞ്ഞൊരു വർഷം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ നാട്ടിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സണെ വിളിക്കുന്ന സമയത്ത് അതിലൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നുള്ള പൂർണ്ണ കോൺഫിഡൻസും ബിലീഫും നിങ്ങൾക്ക് ഉണ്ടാകണം. 2030 എന്ന് പറഞ്ഞൊരു വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നാട്ടിലേക്ക് കൂടെ ഞാൻ കൊണ്ടുപോകുന്ന വണ്ടി ഏതോ, ഞാൻ താമസിക്കുന്ന വീട് ഏതോ, MI ലൈഫ് സ്റ്റൈലിനകത്ത് ഞാൻ അച്ചീവ് ചെയ്ത പിന്നെ ഏതായിരിക്കും, സക്സസ് ബെറിയിൽ ഞാൻ നിൽക്കുന്ന ലീഡർഷിപ്പ് ലെവൽ ഏതായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാണ്. ഈ ബിസിനസിനെ കുറിച്ചും ജീവിതത്തിനെ കുറിച്ചിട്ടും യാതൊരു ബിലീഫും കോൺഫിഡൻസും ഇല്ലാത്ത വ്യക്തികളെ കൂടെ ആര് വരും മൈ ഡിയർ ഫ്രണ്ട്സ്? ആരാണ് വരുങ്ങളെ കൂടെ? ഒരു വ്യക്തി വരൂല. നൂറുകണക്കിന് ആളുകൾ ബിസിനസിനകത്തും ജീവിതത്തിൽ വിജയിക്കാൻ തയ്യാറാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. നൂറുകണക്കിന് ആളുകൾ ഈ ബിസിനസിനകത്ത് കൂടെ വിജയിക്കാൻ നിങ്ങളെ കൂടെ വരാൻ തയ്യാറാണ്. ബട്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ തയ്യാറാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ കൂടെ നൂറുകണക്കിന് ആളുകൾ സക്സസ്ഫുൾ ആകാൻ വരും. നിങ്ങൾക്കൊക്കെ ഈ സുഖ സൗകര്യങ്ങൾ ഇല്ലാത്ത സമയത്താണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഈ ബിസിനസിനകത്ത് ജോയിൻ ചെയ്തത്. ഇന്ന് ഈ ബിസിനസിനകത്തുള്ള എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ബിസിനസിനകത്ത് അസോസിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന സുഖ സൗകര്യങ്ങളൊന്നുമില്ല. മലപ്പുറത്ത് ബിസിനസിനകത്ത് കൂടെ വിജയിച്ച ഒരു വ്യക്തികളില്ല. കേരളത്തിൽ തന്നെ നോക്കിയ വളരെ അപൂർവ വ്യക്തികൾ. കേരളത്തിലാകെ ഓരോ ഓഫീസ്. ലീഡർഷിപ്പിനകത്ത് ഇന്നിപ്പോ ഇത്രയും നിൽക്കുന്ന ലീഡർഷിപ്പ് ലെവലിലോ ഒരു വലിയൊരു ഓർഗനൈസേഷന്റെ കപ്പാസിറ്റിയിലുള്ള ട്രെയിനിങ്ങോ ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് ഇവിടൊക്കെ നമ്മളൊരു പ്രോഗ്രാമിനകത്ത് പോകണമെങ്കിൽ എറണാകുളം പോകണം. ഈ ലെവലിലൊക്കെ നിൽക്കുന്ന സമയത്താണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഈ ബിസിനസ് ചെയ്തത്. എന്നിട്ട് എങ്ങനെ ബിസിനസിനകത്ത് കൂടെ നമ്മൾ ഈ ലെവലിലേക്ക് എത്തി? ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള പിക്ചർ ഉണ്ടായിരുന്നു. നമുക്ക് ജീവിതത്തിനകത്ത് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. ഈ ബിസിനസ് എന്ത് വന്നാലും ശരി ബിസിനസിനകത്ത് വിജയിച്ചിട്ട് അടങ്ങുള്ളൂ. സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനകത്ത് ഒരു ഞാനൊക്കെ എടുത്ത തീരുമാനം അതായിരുന്നു. സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനകത്ത് SPG എന്ന് പറഞ്ഞ ടീമിനകത്ത് ഏറ്റവും ബെസ്റ്റ് പില്ലേഴ്സിനെ സക്സസ്ഫുള്ളി സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു വ്യക്തിയായിട്ട് ഞാൻ മാറണമെന്ന് ഞാൻ തീരുമാനം എടുത്തതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിനകത്ത് എപ്പോഴും സക്സസ് വരുന്നത് എവിടുന്നറിയോ? എന്തിന്റെ മുൻപന്തിയിൽ നിൽക്കണം. മുൻപന്തിയിൽ നിൽക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, കുറച്ച് പെയിൻ എടുക്കാൻ തയ്യാറാണ്, ചില കമ്മിറ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും, ചില
കൺസിസ്റ്റൻസികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടിയാവും. ജീവിതത്തിനകത്ത് പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകേണ്ടി വരും. അപ്ലൈ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തുള്ളൂ. ദൈവം തരാൻ തയ്യാറാകണം. ദൈവം തരാൻ തയ്യാറാണ്, പക്ഷെ നമ്മൾ വാങ്ങാൻ തയ്യാറാണോ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നേരത്തെ കാലത്ത് എഴുന്നേറ്റിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഇറങ്ങിയ ഫീൽഡിൽ എനിക്ക് 2024 ഈ ബിസിനസ്സിനകത്ത് കൂടെ 50,000 ഒരു ലക്ഷം വരുമാനം കിട്ടണം. 2025, 26 ആകുമ്പോൾ 2 ലക്ഷം രൂപ വരുമാനം വേണം. 2030 ആകുന്ന സമയത്ത് ഈ ബിസിനസ്സിനകത്തൂടെ ഒരു 25-30 ലക്ഷം രൂപ വരുമാനം കിട്ടിയിട്ട് ഞാൻ ഈ ബിസിനസ്സിനകത്തൂടെ ഇനി പൊസിഷനകത്ത് ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഉണ്ടാവുന്നില്ല വ്യക്തമായിട്ടുള്ള പിക്ചറും വ്യക്തമായിട്ടുള്ള ധാരണയുള്ള വ്യക്തികൾക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2024 നിങ്ങൾക്ക് എന്താണെന്നുള്ള വിഷൻ ഉണ്ടാക്കാം. പെറി ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഏത് ലെവലിൽ അച്ചീവ് ചെയ്യുന്നുള്ള തീരുമാനം എടുക്കുക. നിങ്ങളുടെ ടീമിനകത്ത് നിന്ന് എത്ര അച്ചീവേഴ്സിനെ പങ്കെടുപ്പിക്കും, ഓർഗനൈസേഷൻ 1 നും 2 നും എത്ര പേരെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും, 3 കാര്യത്തിനകത്ത് ഇന്നൊരു അടിവരടണം, ഇന്നൊരു തീരുമാനം എടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബിസിനസ്സിനകത്ത് പലപ്പോഴും പല ആളുകളും ഫെയിലിയർ ആകുന്നതിന്റെ ഏക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് ഒരു പ്രോപ്പർ ഗൈഡൻസ് സ്വീകരിക്കാൻ തയ്യാറാവില്ല. എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിനകത്ത് എന്തെങ്കിലും കാര്യങ്ങള് എന്റെ മക്കൾക്കായിട്ടുള്ള കാര്യം, എന്റെ ഭാര്യക്കാരും എന്റെ ഫാമിലീസിനകത്തും ഞാൻ എന്ത് കാര്യം ഞാൻ ചെയ്യുന്ന സമയത്തും ഞാൻ അപ്പം ചിന്തിക്കുന്ന ഒരു ചിന്ത ഉണ്ട്. കാരണം എന്താ പറയുക, ഇതൊക്കെ എന്റെ കയ്യിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഇനി ഒരു പ്രോപ്പർ ഗൈഡൻസിനകത്ത് കൂടി ബിസിനസ്സിനകത്ത് മുന്നോട്ട് പോകാൻ തയ്യാറതാണ്. എന്റെ മെന്ററായിട്ടുള്ള മനോജ് സാറ് എന്ത് പറയുന്നു അത് 100% പാലിക്കാൻ തയ്യാറായതുകൊണ്ടാണ് എന്റെ ലൈഫിനകത്ത് ഓരോ അച്ചീവ്മെന്റ്സ് ഉണ്ടായത്. ഓരോ കാര്യത്തിനകത്തും മൈ ഫ്രണ്ട്സ് ഞാൻ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത്, ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അണബായി തീർത്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ ജീവിതത്തിനകത്ത് ഒരു സെക്കൻഡ് പോലും ഞാൻ എന്ത് ചെയ്യാൻ പോരില്ല, എന്റെ അപ്ലൈനെ ഓർക്കാതെ ഞാൻ എന്ത് ചെയ്യാറില്ല, കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. കാരണം അത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫേസ് ഓർമ്മ വരും. കാരണം എന്താണെന്ന് അറിയാം, ഞാൻ എന്റെ ജീവിതത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് 100% സമർപ്പിച്ചിട്ടുള്ളതാണ്. കാരണം എന്തിനു വേണ്ടിയിട്ട്? സക്സസിന് വേണ്ടിയിട്ട്, സക്സസ് വിജയത്തിന് വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അതാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തണോ, നിങ്ങൾ ഒരു പ്രോപ്പർ മെന്ററെ കണ്ടെത്താൻ നിങ്ങൾക്ക് തയ്യാറാണ്. മെന്റർഷിപ്പ് പലപ്പോഴും ഈ ബിസിനസ്സിനകത്ത് പല ആളുകൾക്കും തയ്യാറാവില്ല. കാരണം എന്താ പറയുക, ഇന്ന് വരെ ലോകത്തിൽ പല ആളുകളും ഫെയിലിയർ ആകുന്നതിന്റെ ഏക കാരണം ആരും പറയുന്നത് കേൾക്കാൻ തയ്യാറാവും. എനിക്കൊക്കെ അറിയാലോ എന്നുള്ളൊരു ഭാവമാണ്. ഞാൻ ഇത്രയൊക്കെ പ്രായമായിട്ടുണ്ടല്ലോ, എനിക്ക് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്റെ ജീവിതത്തിനകത്ത് ഇനി എന്തിനാ ഒരാളെ ഗൈഡൻസ്? നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ അറിവും കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ട് ഇന്ന് എത്ര നിങ്ങളെ ബാങ്ക് ബാലൻസ് ഉണ്ട്? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങളെ ഈ അറിവും കഴിവും ഒക്കെ വെച്ചിട്ട് ഈ ഓണം കഴിഞ്ഞ സമയത്ത്, കഴിഞ്ഞ പെരുന്നാൾ നടന്ന സമയത്ത്, ഇനി വരുന്ന വിഷു വരുന്ന സമയത്ത് നിങ്ങളെ ഫാമിലിയുമായിട്ട് കറങ്ങാനോ പോയിട്ട് ഒരു സാമ്പത്തികം നോക്കാത്ത രീതിയിനകത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊരു സാമ്പത്തിക ടൈം ഫ്രീഡം വിത്ത് മണി ഫ്രീഡം നിങ്ങളെ ജീവിതത്തിനകത്ത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? പൈസ എന്നുള്ള സംഭവം നിങ്ങളെ ജീവിതത്തിനകത്ത് ഒരു പ്രശ്നമല്ലാത്ത രീതിയിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വളരാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് ചെയ്യാം? MI ലൈഫ് സ്റ്റൈലിനകത്ത് കൂടെ കഴിഞ്ഞ 2 മുതൽ 5 വർഷത്തിനകത്ത് എന്റെ ലൈഫിനകത്തുണ്ടായ മാറ്റം അൺബിലീവബിൾ ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ചിന്തിക്കാൻ പോലും പറ്റാത്ത മാറ്റമാണ് എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായത്. നിങ്ങളെ ജീവിതത്തിനകത്ത് അത് വേണോ? ഒരു 2 മുതൽ 5 വർഷം ഡയറക്ട് സെല്ലിംഗ് എന്ത് ചെയ്യാം? ഒരു പ്രോപ്പർ ഗൈഡൻസിനകത്ത് കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ ഗൈഡ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കി തരും. അവരൊരു കറക്റ്റ് ഒരു പ്രൊജക്ട് ഉണ്ടാക്കി തരും. അയാൾ നിങ്ങളെ പ്രോപ്പർ ആയിട്ട് വിജയിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം തരും. ആ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയും? ഇന്ന് ഒരാളൊക്കെ ഫോളോ ചെയ്യും, ഇന്നൊരു അപ്ലൈനെ ഫോളോ ചെയ്യും, നാളെ വേറൊരു അപ്ലൈനെ ഫോളോ ചെയ്യും, മറ്റന്നാൾ വേറൊരു അപ്ലൈനെ ഫോളോ ചെയ്യും. എന്നിട്ട് നോക്കുമ്പോ ഇവിടെ ഉണ്ടാവില്ല. ആദ്യം മനസ്സിലാക്കുക, നിങ്ങളെ സക്സസ് ആഗ്രഹിക്കുന്ന നിങ്ങൾ അപ്ലൈൻ ഏതാണ്? അതാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളെ വിജയം ആഗ്രഹിക്കുന്ന ഒരു അപ്ലൈ ഉണ്ടാവും നിങ്ങളെ കൂടെ. അലൈനോ സ്പോൺസർഷിപ്പിനകത്ത് കണ്ടെത്തുക. നിങ്ങളെ സക്സസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അയാള് നിങ്ങളെ സക്സസിന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും നിങ്ങളെ അപ്ലൈനായിട്ട്. അയാളെ കണ്ടെത്തുക, അയാളിൽ സമർപ്പിക്കുക. എന്നിട്ട് അയാൾ എന്ത് പറയുന്നുണ്ടോ അത് അണബായി തീർത്ത് ചെയ്യാൻ തയ്യാറാണ്. അപ്ലൈ സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ അപ്ലൈനാന്നുള്ളവർക്ക് അപ്ലൈന് പറയുന്നതൊന്നും ഞാൻ ചെയ്യാൻ തയ്യാറല്ല, പേരിൽ അപ്ലൈനാണ്,
അതുകൊണ്ട് കാര്യമില്ല ഇവിടെ. ഈ രീതിനകത്ത് ഒരു സക്സസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. സോ അത് എങ്ങനെ പറ്റുള്ളൂ? അബ്സല്യൂട്ട്ലി മൈ പ്രോഗ്രാമിനകത്ത് കൂടെ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ജീവിതത്തിനകത്ത് ഏത് കാറ്റഗറി വരണം? 5 മുതൽ 10% കാറ്റഗറിയിൽ വരണോ? 90% കാറ്റഗറിനകത്ത് വരണോ? 5 മുതൽ 10% ലോകത്തിൽ വിജയിച്ച ആളുകളെ കാറ്റഗറിനകത്ത് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ മൈ ഫ്രണ്ട്സ്, അത് MI ലൈഫ് സ്റ്റൈലിനകത്ത് കൂടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു പ്രോപ്പർ മെന്റർഷിപ്പിന് ബിസിനസ്സിനകത്ത് കൊണ്ടുപോയേ പറ്റുള്ളൂ. എല്ലാം നമുക്ക് എത്താൻ കഴിയൂല. ദ സെയിം ടൈം മൈ ഫ്രണ്ട്സ്, നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? ഈ ഐഫ്ലൈ മീറ്റ്, റീഗ്നേറ്റീവ് മീറ്റ് എല്ലാ ആഴ്ചയിലും നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി, എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ പ്രോഗ്രാമിനകത്തേക്ക് നിങ്ങളെ ഓർഗനൈസേഷനകത്ത്, നിങ്ങൾ ടീമിനകത്ത് എത്ര പേരെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നുണ്ട്? ഇനി നമുക്ക് വരുന്നത് ഓരോ സ്ഥലത്തും തൃശ്ശൂർ മീറ്റിംഗ് ഉണ്ട്, കണ്ണൂർ മീറ്റിംഗ് ഉണ്ട്, എല്ലാ സ്ഥലത്തും പാലക്കാട്, എല്ലാ സ്ഥലത്തും നമുക്ക് GTS നടക്കുന്നുണ്ട്. ഈ GTSനകത്തേക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ ടീമിനകത്ത് നിന്ന് എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഒരു വ്യക്തി വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഒരു വ്യക്തി വിജയിക്കണമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 100% വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ബിസിനസ്സിനകത്ത് ഷോർട്ട് കട്ട് ഇല്ല, സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് ഈ ബിസിനസ്. ഈ ബിസിനസ്സിനകത്ത് ഷോർട്ട് കട്ട് ഇല്ല. ഷോർട്ട് കട്ടിനകത്ത് കൂടെ ഈ ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പല വില്ലന്മാർ ഈ ബിസിനസ്സിനകത്ത് കൂടെ വിജയിക്കേണ്ടതാണ്. കാരണം ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന പല വില്ലന്മാരുണ്ട്. എങ്ങനെ ഈ ബിസിനസ്സിനകത്ത് കൂടെ ഷോർട്ട് കട്ടുകളെ കൂടെ വിജയിക്കാന്ന് നോക്കണം. ഒത്തിരി പേരിന് എല്ലാവരും ഞാനായി കഴിഞ്ഞാലും ഞാൻ നോക്കലതാവും. എങ്ങനെ ഷോർട്ട് കട്ടിലെ കൂടെ ബിസിനസ്സിനകത്ത് കൂടെ ഉള്ളിൽ കൂടെ നൊഞ്ഞു കയറി പോകാം. ഫ്രണ്ട്സ്, ഡയറക്ട് സെല്ലിങ്ങിനകത്ത് മനസ്സിലാക്കാം, 100% കറ കളഞ്ഞ ബിസിനസ് ആണിത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഷോർട്ട് കട്ട് ഇല്ല, സ്ട്രൈറ്റ് ഫോർവേഡാ. സ്ട്രൈറ്റ് ഫോർവേഡ് മീൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ബിസിനസ്സിനകത്ത് കൂടെ ഒരു ഗ്രേറ്റ് ടീം നിങ്ങൾക്ക് ഉണ്ടാക്കണോ? ഒരു നല്ല രീതിയിനകത്തുള്ള ഇൻകം ജനറേറ്റ് ചെയ്യണോ? നല്ലൊരു ഓർഗനൈസേഷൻ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കണോ? നല്ല ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യണോ? ഇവിടെ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിനകത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അറ്റൻഡ് യുവർ ഹോൾ ഫംഗ്ഷൻ. എന്റെ ഫംഗ്ഷനകത്ത് നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും. എല്ലാ സക്സസ്ഫുള്ളി പറയുന്ന എല്ലാ ഫംഗ്ഷനും, അത് എല്ലാ വീക്കിലി ഫംഗ്ഷൻ GTS ഉണ്ട്. GTS എന്നുള്ള ഫംഗ്ഷൻ ഒഴിവാക്കാൻ പറ്റരുത്. എനിക്കറിയാൻ പറ്റും, കഴിഞ്ഞ ആഴ്ച മലപ്പുറം GTS ഇല്ല. ഞാൻ ചെയ്ത പണി എന്താണ്? ഞാൻ കാലിക്കറ്റിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച അന്ന് പോയിട്ട് ഞാൻ GTS അറ്റൻഡ് ചെയ്തു. ഞാൻ അവിടെ എന്റെ ടീം ഉണ്ടോ എന്നുള്ളത് നോക്കിയില്ല. എന്റെ ടീമിനകത്ത് ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. ഞാൻ അവരുണ്ടോ നോക്കിയിട്ടില്ല, ഇല്ലോന്നൊന്നും ഞാൻ പങ്കെടുത്തു. കാരണം എന്താ? ശനിയാഴ്ച അന്ന് കാലിക്കറ്റ് GTS, മലപ്പുറം GTS ഇല്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച പോയിട്ട് ഞാൻ കോഴിക്കോട് GTS അറ്റൻഡ് ചെയ്യാൻ പോന്നു. കാരണം എനിക്കറിയാം, ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബിസിനസിന്റെ എക്സൈറ്റ്മെന്റിന്റെ സ്കെയിൽ കിടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പ്രോഗ്രാമിനകത്താണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ബിലീഫിന്റെ സ്കെയിൽ എവിടെ കിടക്കണമെന്ന് വെച്ചാൽ ബിസിനസിനകത്ത് പ്രോഗ്രാമിനകത്താണ് മൈ ഡിയർ ഫ്രണ്ട്സ്. സക്സസിന്റെ സ്കെയിൽ എവിടെ കിടക്കുന്നു എന്ന് വെച്ചാൽ GTSനകത്താണ് മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രോഗ്രാമിനകത്താണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന പ്രോഗ്രാമിനകത്ത്, ഈ അടുത്ത വരുന്ന ഓരോ കാലിക്കറ്റ് വരുന്ന GTS, മലപ്പുറം വരുന്ന GTS, പാലക്കാട് വരുന്ന GTS, കണ്ണൂർ വരുന്ന GTS, ഇവിടെ ഒക്കെ നമുക്ക് സക്സസ് ഭരിക്കും നല്ല രീതിയിൽ. അതുപോലെ തന്നെ തിരുവനന്തപുരം വരുന്ന GTS, ഇതിനകത്തൊക്കെ ഒന്ന് സക്സസ് ഭരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും പ്രോഗ്രാമിനകത്ത് നമ്പേഴ്സ് പങ്കെടുക്കുന്നതാണ്. ഈ പ്രോഗ്രാം ഒക്കെ ശരിക്കും ഞാൻ പറഞ്ഞു, ശരിക്കും എന്ത് ചെയ്യണം? ആളുകളെ നിങ്ങൾക്ക് പമ്പ് ചെയ്ത് കയറ്റാൻ പറ്റും, എന്നാലാണ് സക്സസ് ഉണ്ടാവുള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നത് വെരി ബ്ലാസ്റ്റ് പ്രോഗ്രാമിനകത്ത്. ഞാൻ അഗൈൻ അതിലേക്ക് തന്നെ തിരിച്ചു വരാം. വെരി ബ്ലാസ്റ്റ് പ്രോഗ്രാമിനകത്ത് മൈ ഡിയർ ഫ്രണ്ട്സ്, എന്ത് വില കൊടുത്താലും ശരി, വെരി ബ്ലാസ്റ്റ് പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് അച്ചീവർ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വ്യക്തികൾ നിങ്ങളായിരിക്കണം. നിങ്ങൾ ഓർഗ് 1 ഓർഗ് 2 മാക്സിമം നമ്പേഴ്സിനെ, കാരണം ലിമിറ്റഡ് ടിക്കറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആകെ 1500 ടിക്കറ്റാണ് സക്സസ് ബറി കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത് ഞാൻ അടങ്ങുന്നത്, ഇതുപോലെ തന്നെ വേറെയും നിശാന്ത് അടങ്ങുന്ന ടീമുണ്ട് അങ്ങേപ്പുറത്ത്, മനോജ് സാറിന് വേറെയും ടീമുണ്ട്. ആകെ എനിക്ക് കിട്ടിയിട്ടുള്ള ടിക്കറ്റ് 700 ടിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് ആ ടിക്കറ്റ് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക, ഉറപ്പാക്കുക. നിങ്ങൾ ടീമിനകത്ത് ഇത്ര ടിക്കറ്റ് വേണം. കാരണം ടിക്കറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ടിക്കറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കാരണം നമുക്ക് അവിടെ പാക്കേജ് ഇല്ല. നമ്മളവിടെ ആ ഹോളിനകത്ത് തന്നെ പാക്കഡ് ആക്കാനാണ്, വേറെ ഒരു സംഭവം നമ്മളവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്ന, ആ ടിക്കറ്റ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ടിക്കറ്റ് മാക്സിമം ആളുകൾ കളക്ട് ചെയ്യാം.
പെരിബ്ലാസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം മനസ്സിലാക്കേണ്ടത് അത് നമ്മളെ സക്സസിനാണ്. 2024 നമ്മളെ സക്സസ്, നമ്മളെ വിജയം 100% ഉറപ്പാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് പെരിബ്ലാസ് പ്രോഗ്രാം. അത് 100% നിങ്ങൾ എന്ത് ചെയ്യണം? പല ആളുകൾക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ടിക്കറ്റിന് വില കൂടുതലാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ടിക്കറ്റിന് വില കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യം ചെയ്യുക, ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം പോയിട്ട് പങ്കെടുത്തു നോക്കി. ഇന്നലെ ഓൺലൈനകത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു ട്രെയിനിങ് ഉണ്ട്, 2 മണിക്കൂർ നേരത്തെ ട്രെയിനിങ്, മോട്ടിവേഷൻ ട്രെയിനിങ്. 2 മണിക്കൂർ നേരത്തെ മോട്ടിവേഷൻ ട്രെയിനിങ്. എത്ര ടിക്കറ്റ് ചാർജ് എന്നറിയോ? 750 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 750 രൂപ. നമ്മൾ ഇന്ന് ഇന്റർനാഷണൽ ലെവലില്, അതേ സമയത്ത് ഇന്ന് നമ്മളൊക്കെ മുമ്പ് ബിസിനസ് ചെയ്തിരുന്ന സമയത്ത് അതിലുള്ള ഏറ്റവും നല്ലൊരു ട്രെയിനർ ഉണ്ട്, കേരളത്തിൽ അറിയപ്പെടുന്ന, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ട്രെയിനറാണ്. പുള്ളിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് കൊച്ചിയിൽ വെച്ചിട്ട്. ആ പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ചാർജ് എത്രയെന്നറിയോ? ആ പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ചാർജ് ഒരു 1 ഡേ പ്രോഗ്രാമാണ്. 6 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമാണ്. 6 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമിനകത്ത് 8000 രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഫസ്റ്റ് ടിക്കറ്റ് ചാർജ്. 8000 രൂപ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ട് 8 മണിക്കൂർ നേരത്തെ, 6 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം. 6 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമിനകത്ത് തരുന്ന സാധനം എന്താണെന്നറിയോ? ഒരു ടീ, സ്നാക്സ്. അതല്ലാതെ എന്തില്ല, ചോറൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററി മാറ്റി കുറിക്കുന്ന ഒരു, ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററി മാറ്റി കുറിച്ചിട്ടുള്ള ഒരു ബിസിനസ് ആണ് MI ലൈഫ് സ്റ്റൈൽ. അതിന്റെ ഓഫീസേഴ്സ് ഉണ്ടാവും. ഇന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററി മാറ്റി കുറിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ലീഡറാണ് മുബിൻ സാർ ഉണ്ടാവും. കാരണം ജീവിതത്തിനകത്ത് സക്സസ് എന്താന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അവിടെ സംസാരിക്കുന്നത്, ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ. ആ വ്യക്തി ഉണ്ടായിരിക്കും അവിടെ. സക്സസ് ബറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാർ ഉണ്ടായിരിക്കും അവിടെ. ഒരു ഡയമണ്ട് ഉണ്ടാവും അവിടെ. ആലോചിച്ച് നോക്കണം, ഇത്രയും ആളുകളെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ബിസിനസിനകത്ത് കൂടെ മൈ ഡിയർ ഫ്രണ്ട്സ് 600 രൂപക്കാണ്. 600-800 രൂപ ഏർലി ബേർഡ്. ഫസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ആ റേറ്റിന് കിട്ടും, അല്ലെങ്കിൽ 800 രൂപ ടിക്കറ്റ്. അവനാണ് ഏർലി ബേർഡ് ഓഫറിനകത്ത് ആ ടിക്കറ്റ് കളക്ട് ചെയ്യും. കാരണം ഞാനറിയാം, ഞാൻ ഇന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്ന് ഈ ബിസിനസിനകത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഡയറക്ട് സെല്ലിങ്ങിനകത്ത് വന്ന സമയത്ത് എന്റെ വൈഫിനോട് ചോദിച്ചാൽ മതി, വൈഫിന്റെ പാദസരം വിറ്റിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അന്ന് ആഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി എനിക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. അന്ന് പൈസ തികയാത്തതിനാ. ഒരു 2 പവന്റെ മറ്റേ ചെയിന് വിറ്റിട്ട് അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ആഗ്രയിൽ പോയിട്ട് ഞാൻ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് അന്നത്തെ സമയത്ത് എനിക്ക് വന്നത് 12,000 മുകളിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെലവ് വന്നിട്ടുണ്ട്. ഞാൻ ആഗ്രയിൽ പോയിട്ട് ഞാൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് വന്നിട്ട്, ഞാൻ പലപ്പോഴും പല ട്രെയിനിങ്ങിനകത്തും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ, ബാംഗ്ലൂർ പോയിട്ട് ഒത്തിരി ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാംഗ്ലൂർ പോയി മൈസൂർ പോയിട്ട് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് വരുന്ന സമയത്തും 10,000, 11,000, 8,000, 6,000, 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളൊക്കെ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആയത്. നിങ്ങൾക്ക് ഇന്ന് എന്തോ ഒരു സുഖാണ്. മേജർ പ്രോഗ്രാം നിങ്ങളെ കാൽവക്കത്തുണ്ട്. 600 രൂപ ടിക്കറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്. 600 രൂപ ടിക്കറ്റ് നിങ്ങൾക്ക് 6,000 രൂപന്റെ ബെനിഫിറ്റ് അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയും. 6,000 രൂപന്റെ ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയും. നിങ്ങൾക്ക് ആ പൈസ നമ്മൾ തിരിച്ചു തരും. ആ രീതിയിനകത്തുള്ള അറേഞ്ച്മെന്റും പ്ലാനിങ്ങും ആണ് മൈ ഡിയർ ഫ്രണ്ട്സ് സക്സസ് ബറി ചെയ്യുന്നത്. അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഇന്ന് മുതൽ തുടങ്ങുക. 3 മാസം കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാം തന്നെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ അച്ചീവർ ആകണം. നിങ്ങൾ ടീമിനകത്ത് അച്ചീവേഴ്സിനെ കൊണ്ടുപോകണം. മാക്സിമം ടീമിനെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം മൈ ഡിയർ ഫ്രണ്ട്സ്. 2024 കൂടിയിട്ട് നിങ്ങളെ നിങ്ങളെ ഫാമിലിനകത്തും നിങ്ങളെ ലൈഫിനകത്തും നിങ്ങളെ ദാമ്പത്തിക വരകൾ, സാമ്പത്തിക വരല്ല, ദാമ്പത്തിക ജീവിതത്തിനകത്ത് സാമ്പത്തിക വര മാറ്റി കുറിക്കണം. സാമ്പത്തികത്തിലേക്ക് ആ വര മാറണം എന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് എടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കണം. വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം, കമ്മിറ്റ്മെന്റ്, കൺസിസ്റ്റൻസി, നിരന്തരമായിട്ടുള്ള പ്രയത്നം ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ. അതിന് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് അടുത്ത് വരുന്ന GTS ശരിക്കും പ്രൊമോട്ട് ചെയ്യാം. അടുത്ത ശനിയാഴ്ച വരുന്ന GTS, ഓരോ വെന്യൂല് വരുന്ന GTS ശരിക്കും പ്രൊമോട്ട് ചെയ്ത് നമ്പേഴ്സിനെ കയറ്റാം. പെരിബ്ലാസ് പ്രോഗ്രാമിനകത്ത് 100% മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ ലൈഫിനകത്ത് അൺബിലീവബിൾ ചേഞ്ചസ് ഉണ്ടാകണം. ചേഞ്ചസ് ഉണ്ടായി പറ്റൂ. നമ്മളെ ഓണം കഴിഞ്ഞിട്ടുള്ളതാണ്, നബിദിനൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ ഹാങ് ഓവർ ഒക്കെ മാറിയിട്ട് ഫുൾ സിംഗിൾ ഇറങ്ങി പണിയെടുത്തോളണം. ഇന്ന് മുതൽ ശരിക്കും ഫുൾ സിംഗിൾ ഫീൽഡിനകത്ത് ഉണ്ടാവണം.
നിങ്ങളെ ഓർഗനൈസേഷനകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ നിങ്ങളായി എന്ന് മാറുന്നുണ്ടോ അപ്പോൾ നിങ്ങളെ താഴത്ത് നിങ്ങളെക്കാൾ ബെസ്റ്റ് പ്ലെയേഴ്സ് വരുള്ളൂ. മീഡിയം ഇല്ലാത്തടത്തോളം കാലം ഒരു ടീമിനകത്തും ബെസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ടാവില്ല. അതിന് മാതൃക നിങ്ങളായിട്ട് മാറണം. അതിന് മാതൃക നിങ്ങളായിട്ട് മാറാനും ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. ഇനി നമ്മളെ മടി മാത്രം മാറ്റിയാൽ മതി. മാറ്റുക, ഇറങ്ങുക, ഫീൽഡിനകത്ത് ഇറങ്ങുക. മീഡിയ ഫ്രണ്ട്സ്, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ ഞാനും പോകില്ല. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് 10 മണി 10:30 ആകുമ്പോൾ എനിക്ക് തിരൂരെത്താം. തിരൂരിൽ നിന്ന് എടപ്പാളിലൊക്കെ എത്തണം. എനിക്കും കുമ്പിടി അവിടൊക്കെ എത്തണം. അവിടേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ടുണ്ട് ഞാനും എന്ത് ചെയ്യണത് ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. കാരണം എനിക്കുണ്ട് ബെറി ബ്ലാസ്റ്റിനകത്ത് എന്ത് ചെയ്യുന്നത്, എനിക്കുണ്ട് ലക്ഷ്യങ്ങൾ, എനിക്കുണ്ട് പല പർപ്പസുകളും, പല ആളുകൾ അച്ചീവ് ചെയ്യിപ്പിച്ചിട്ട് ആ വേദിയിൽ കയറ്റാനുണ്ട്. നമുക്കും പല കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറിക്കാനുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അത് വീട്ടിലിരുന്നാൽ പറ്റൂല. 2024 നിങ്ങളെ ജീവിതത്തിനകത്ത് 24, 25, 26, 2030 ഏത് ലെവലിലും മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സക്സസ് വഴി നമ്മളടങ്ങുന്ന ടീമും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം, ഒരുമിച്ച് വളരാം. വളരുന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ വളരുന്നുണ്ടെങ്കിൽ, സക്സസ്ഫുള്ളി വളരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളിൽ കൊണ്ടേ നമ്മൾ വളരുള്ളൂ. യാതൊരു സംശയം വരുന്നുണ്ട. ആ തീരുമാനം എടുത്തിട്ട് തന്നെയാണ് മനോജ് സാറ് വെഴുകാതെ തന്നെ മനോജ് സാറ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മലപ്പുറത്തേക്ക് വരുന്നുണ്ട്. അന്ന് നമ്മളൊരു സ്പെഷ്യൽ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2024, 25 നമ്മളെ ജീവിതത്തിൽ വലിയ മിറാക്കിളായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നു. നിങ്ങളൊക്കെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത GTS ശരിക്കും പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.